വെറ്റിലക്കെട്ട മോഷണം പോയതിനെ തുടർന്ന് വ്യാപാരം പ്രതിസന്ധിയിലായ നിർധന മുറുക്കാൻകടക്കാരനായ മുണ്ടക്കയം 35-ാം മൈലിൽ തട്ടാരി വടക്കിയതിൽ TN ഗംഗാധരന് താങ്ങായി സാമ്പത്തിക സഹായവുമായി സുമനസ്സുകൾ. മുണ്ടക്കയം 35-ാം മൈൽ സ്വദേശിയും വിദേശത്ത് നിലവിൽ താമസക്കാരനുമായ അഡ്വക്കേറ്റ് ലാൽ അബ്രഹാമാണ് ഫെസ്റ്റൂൺ ന്യൂസ് വാർത്തയെ തുടർന്ന് വയോധികന്റെ ദുരവസ്ഥ മനസ്സിലാക്കി സുഹൃത്തുക്കൾ വഴി തുടർ വ്യാപാരത്തിനുള്ള സാമ്പത്തിക സഹായം എത്തിച്ച് നൽകിയത്. 35-ാം മൈലിൽ ചെറിയ ഒരു കച്ചവടം നടത്തുന്ന മുറുക്കാൻ വിറ്റ് കച്ചവടം നടത്തുന്ന ഗംഗാധരൻ വൈദ്യന്റെ കടയിൽ നിന്നും ഒരു 2000 രൂപയോളം വില വരുന്ന വെറ്റക്കെട്ടുകൾ രാത്രി 11:30-ക്ക് മോഷണം പോയി. കാരണം വയോധികനായ ഗംഗാധരൻ വൈദ്യനും ഭാര്യയും മാത്രമേ അവിടെ താമസമുള്ളൂ. ഭാര്യയ്ക്കാണെങ്കിൽ പ്രായമായി വയസ്സായിട്ട് വളരെ ചികിത്സയിലൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. വൈദ്യരാണെങ്കിലും അത് തന്നെ, വേറെ ആരും അവരെ സഹായിക്കാനില്ല. ബന്ധുക്കാരുടെയൊക്കെ ചെലവിലാണ് ഈ ചെറിയ കച്ചവടങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചു പോരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം രാത്രി 11:30-യുടെ സമയത്ത് ഒരു ഒറ്റക്കെട്ട് എന്താണ് 5-8 കെട്ട് വെറ്റ ഒരു 2000 രൂപയോളം വരുന്ന ആരോ മോഷണം പോയി. അതിന്റെ തൊട്ട് മുന്നിലാണ് AI ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയുടെ തൊട്ട് മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പാവപ്പെട്ട വൈദ്യർ പോലീസിൽ പരാതി നൽകി. ഇതുവരെയും ആ പ്രതിയെ പിടിക്കാറായിട്ടില്ല. രാത്രിയും പകലും ഒക്കെ നല്ലപോലെ കാണാം എന്ന് പറഞ്ഞാണ് AI ക്യാമറ സ്ഥാപിച്ചത്. എന്നിട്ട് പോലും പ്രതിയെ പിടിക്കാത്തത് ഇവിടെ നാട്ടുകാർക്കും വ്യാപാരി വ്യവസായി സമൂഹത്തിനും ഒക്കെ ഒരു നാണക്കേടാണ്. ഈ AI ക്യാമറയുടെ മുന്നിലുള്ള ഈ സംഭവം അടിയന്തരമായിട്ട് ഈ പ്രതിയെ പിടിച്ച് മാതൃകാപരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ഒക്കെ അഭിപ്രായം. അപ്പോൾ ഈ വാർത്ത ഫെസ്റ്റൂൺ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇവിടുത്തെ പണ്ട് 35-ാം മൈലിൽ താമസിക്കുന്ന പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് ലാൽ അബ്രഹാം അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഒരു ചെറിയ സഹായം സുഹൃത്തായ സതീശൻ AK വഴി ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ആ ധനസഹായം ഇന്ന് രാവിലെ വൈദ്യർക്ക് നൽകുകയും ചെയ്തിരിക്കുകയാണ്. മുറുക്കാൻകടയിൽ തമിഴ്നാട്ടിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് 9 കെട്ട് വെറ്റിലയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. കാഴ്ച പരിമിതിയുള്ള ഗംഗാധരന്റെ ഭാര്യ വർഷങ്ങളായി കിടപ്പ് രോഗിയാണ്. മക്കളില്ലാത്ത ഈ ദമ്പതികൾക്ക് ബന്ധുക്കളുടെ സഹായത്തിലാണ് കഴിയുന്നത്. മുറുക്കാൻകടയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഈ ദമ്പതികളുടെ ആകെയുള്ള ആശ്രയം. ഇവിടെ നിന്നുമാണ് 9 കെട്ട് വെറ്റിലകൾ മോഷ്ടാക്കൾ അപഹരിച്ചത്. സംഭവത്തെ തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വെറ്റിലക്കെട്ട് മോഷ്ടിച്ച സംഭവത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഇതിന് ഇടയിലാണ് സഹായവുമായി സുമനസ്സുകൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.